ഈ സ്തോത്രമത മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ ആരാധനയുടെ അവിഭാജ്യ ഘടകം പ്രസംഗത്തിന് ഓർമ്മ വേണ്ട, പ്രാർത്ഥനയ്ക്ക് ഓർമ്മ വേണ്ട, പക്ഷേ ആരാധനയ്ക്ക് കർത്താവിന്റെ ദാസൻ കൂടിയേ തീരൂ. അങ്ങനെ വളരെ നേരത്തെ കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ എത്തിച്ചുവല്ലോ. പ്രിയ മകനെ, അവൻ ഒരിക്കൽ കൂടെ ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെയും സ്വന്തം ദൈവസ്ഥിതി വളരെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥനാ സമയത്ത് ഓർമ്മിപ്പാനിടയായിരുന്നു, ഇത് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആണ്. ഹാപ്പി എന്ന വാക്കിൽ നിന്ന് എച്ചിറങ്ങിപ്പോയാൽ എങ്ങനെ വായിക്കും? ഹാപ്പി ന്യൂ ഇയർ, പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കൊച്ചുകളായി മാറുന്ന അർത്ഥം. ഹല്ലേലൂയ, ആമേൻ. കൊച്ചു കുഞ്ഞുങ്ങളായി മാറുമെന്ന അർത്ഥം. പിന്നെ നിങ്ങൾക്ക് അതൊരു മോശമായ പദമായിട്ട് തോന്നും, പക്ഷേ ഇന്തോനേഷ്യൻ ഭാഷയിൽ അപ്പി എന്ന് വെച്ചാൽ തീ എന്നാണ് അർത്ഥം. തീ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ സന്തോഷം കെട്ടുപോകാതിരിക്കാൻ, ഹാപ്പിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ദുഃഖം കയറി വരാതിരിക്കാൻ, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ മുൻപോട്ട് പോയാൽ ഇന്നത്തെ തീമിൽ പറയപ്പെടുന്ന അഭിഷേകം, ദൈവത്തിന്റെ തീ, സാക്ഷാൽ അപ്പി നമ്മുടെ വ്യാപരിക്കപ്പെടുവാനിടയായിരിക്കും. ഇവിടെ അത് നിശ്ചയിച്ചാണ് ആ വാക്കെങ്കിലും ഇന്തോനേഷ്യയിൽ അത് തീയാണ്. തീ, തീ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ സ്തോത്രം ഓരോ ഭാഷകൾ മാറി വരുന്നതോറും അർത്ഥങ്ങൾ മാറി വരുന്നു. ഇന്ന് പകലിൽ ദൈവം തന്റെ സാന്നിധ്യം അതേ സാക്ഷാൽ തീയായിട്ട് തന്നെ നമ്മുടെ മധ്യം പകരുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് ഈ ആണ്ട് ഏറ്റവും ആനന്ദഭരിതമായി മാറട്ടെ. നാം വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവഭാഗത്തിലായിരിക്കുമ്പോൾ എന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ഋജിരാജ് മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള സമയങ്ങൾ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി ചില നിമിഷങ്ങൾ സംസാരിക്കാൻ ഇടയായിത്തീരും. അതിനായി കർത്താവിന്റെ ദാസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഏറെ സമയം നമ്മൾ ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണ് ഈ ഒരു വർഷത്തിലേക്ക് പോകാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സജീവ പാസ്റ്റർ, നമ്മുടെ ടീമിലെ വിഭാജകമായിട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ടീമിലെ ലീഡേഴ്സായിരുന്ന ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട വർഷം ലീഡേഴ്സ്, പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നമ്മുടെ മധ്യ ഷെയർ ചെയ്യാൻ പോകുന്ന ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഈ ചർച്ചിന് വളരെ ശക്തമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ടീമിൽ ഉള്ള അഭിഭാജ്യഘടകവും, പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ, ഈ ചർച്ചയിലെ എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ സലിം രാജ് പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. എൻ്റെ അധ്യാപകനും കൂടിയാണ് സാറ്. സത്യവേദ സെമിനാരിയിൽ ഒരു ടോപ്പിക് ക്ലാസ് നമ്മുടെ കർത്താവദാസൻ ബൈജു പാസ്റ്റർ, നമ്മുടെ ടീമിൻ്റെ പുറകിൽ കർത്താവദാസനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടീമിൽ നമ്മൾ ഔട്ട് യാത്രകളൊക്കെ ഒരിക്കൽ പോയപ്പോൾ അതിൻ്റെ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തത് നമ്മുടെ ബൈജു പാസ്റ്ററാണ്. ആമേൻ. പുറകിൽ നമ്മുടെ കൂടെ പാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവദാസനെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബെർലിൻ എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് വന്ന് ശക്തിയോടെ പ്രവർത്തിച്ച ദൈവദാസനാണ് പാസ്റ്റർ പാസ്റ്റർ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും വളരെയധികം അഭാവം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയണം. ഏകദേശം സൈദർ പാസ്റ്റർ ടീമിനകത്തുണ്ടെങ്കിൽ ഒരു 10 ദൈവദാസന്മാരുടെ ഫലം അദ്ദേഹം ചെയ്യും. അത്ര പവർഫുള്ളാണ് അദ്ദേഹം, അത്ര ടാലന്റഡ് ആണ്, ഒത്തിരി കഴിവുണ്ട്. ഏത് മേഖലയിലും വളരെ പവർഫുള്ളാണ് അദ്ദേഹം. ഇപ്പൊ നമ്മുടെ ടീമിലെ കഴിഞ്ഞ വർഷത്തെ സകല മീറ്റിങ്ങിലും എല്ലാത്തിൻ്റെയും വിടവ് നിരത്തിക്കൊണ്ട് എല്ലാ മീറ്റിങ്ങിലും വളരെ സ്ട്രോങ് ആണ്. എല്ലാ മേഖലയിലും വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ദൈവദാസനാണ് പാസ്റ്റർ. എല്ലാ മേഖലയുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായി ഒരു കുടുംബത്തിലെ അംഗത്തെ പോലുള്ള വ്യക്തിയുമായി സ്നേഹബന്ധം ഉണ്ട്. ഇത്രയും ആഴമായി ഞങ്ങൾ ഏത് കാര്യങ്ങളും വ്യക്തിപരമായിട്ട് വളരെ ഇന്റിമേറ്റായി ഷെയർ ചെയ്യുന്നൊരു ദൈവദാസനാണ് പാസ്റ്റർ. ഇവിടെ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. പക്ഷേ ഈ ചർച്ച നടക്കുന്നത് കൊണ്ട് കർത്താവദാസനെ കൂടി ഞാൻ എടുത്തു പറഞ്ഞത്, ഇങ്ങനെ ഒരു ആത്മാർത്ഥമായ ഒരു ദൈവദാസനെ ഈ സഭയ്ക്ക് ലഭിച്ചത് അഭിമാനമായി, പദവിയായി, അനുഗ്രഹമായി ഞാൻ കരുതുന്നു. തീർച്ചയായും ഈ സഭയ്ക്ക് ദൈവദാസനെ ലഭിച്ചത് മുതൽക്കൂട്ടായി കരുതുന്നു. ഈ ചർച്ചിന് വളരെ ശക്തിയോടെ അവൻ ചുക്കാൻ പിടിക്കുക, നേതൃത്വം പിടിക്കുക. കർത്താവദാസനെ ദൈവം ശക്തമായി മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ഈ മീറ്റിംഗിനകത്ത് ഒരു ടൈം ഷെഡ്യൂൾ വെച്ചാണ് ഈ മീറ്റിംഗ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടൈമിങ്ങിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന തീമിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കും. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളിൽ നമുക്ക് ലഭിക്കും. അതുപോലെ നല്ല മെസ്സേജുകൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ലീഡിങ്ങിനാണെങ്കിലും ദൈവദാസന്മാർ നമ്മുടെ മധ്യ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തീമായിട്ട് നമ്മൾ എടുത്തത് അപ്പോസ്തലപ്രവൃത്തി 10:38 വാക്യമാണ്. കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത പ്രേരണയിലാണ് ഈ ഒരു തീം നമ്മൾ എടുക്കാനിടയായിട്ടുള്ളത്. ഇത് സ്റ്റാർട്ടിംഗ് മെസ്സേജ് ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് വായിക്കുന്നു. 10:38 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടിരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വാക്യമാണ് ഇന്നത്തെ തീം ആസ്പദമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞാലും അടുത്ത് തുടർന്ന് വരുന്ന ദൈവദാസന്മാർ അഭിഷേകത്തെ കുറിച്ച് ആധികാരികമായി നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യും. അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ വളരെ ശക്തമായൊരു തീം നമുക്ക് ഈ പുതിയ വർഷം ദൈവം നൽകാനിടയായിരുന്നു. നമ്മുടെ ഈ പ്രാവശ്യത്തിൽ നമ്മുടെ റിജോയ്സിന്റെ പ്രോമിസ് തേടും ബി വിറ്റ്നസ് ഓഫ് ദ ഗോസ്പൽ എന്നാണ്, സുവിശേഷത്തിന്റെ സാക്ഷിയാകുക എന്നാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന തീം. അപ്പോൾ ഈ വർഷം അതുമായിട്ട് ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. നമുക്ക് വിശ്വസിക്കാം, ഇന്ന് ഈ മീറ്റിംഗിന്റെ തുടക്ക സമയങ്ങളിൽ ദൈവദാസന്മാർ ലീഡ് ചെയ്യുമ്പോൾ തന്നെ ആത്മശക്തി അഭിഷേകം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോൺ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമുക്കറിയാൻ കഴിയുമ്പോഴായിരുന്നു ശക്തമായ അഭിഷേകം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷം നമ്മൾ തകർന്നുപോയ സ്ഥാനങ്ങളിൽ, ക്ഷീണിച്ചുപോയ ഇടങ്ങളിൽ ശക്തിയോടെ അത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകലും ആ ദൈവശക്തിക്ക് വേണ്ടി നമുക്ക് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കറിയാം, സ്തോത്രം, പത്രോസിന്റെ ശക്തമായ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി അറിയപ്പെടുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നാണ്. കാര്യം സ്വന്തം ഏകദേശം 70-ലധികം പ്രാവശ്യം പരിശുദ്ധാത്മാവെന്ന ഹോളി ഗോസ്റ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെന്ന സബ്ജക്റ്റ് ഏകദേശം 70-ലധികം പ്രാവശ്യം ഈ സബ്ജക്റ്റ് ഇതിനകത്ത് ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ അറിയപ്പെടുന്ന ഒരു വിഷയമാണ് കരുത്തുറ്റ പ്രസംഗം. പത്രോസിന്റെ പ്രസംഗം, പൗലോസിന്റെ പ്രസംഗം, സ്തേഫാനോസിന്റെ പ്രസംഗം, ഇങ്ങനെ കരുത്തുറ്റ പ്രസംഗങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. നമ്മളെ പറയാതെ തന്നെ ദൈവദാസന്മാർക്ക് നന്നായിട്ട് അറിയാം. ആ പ്രസംഗത്തിന്റെ അകത്ത് കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിച്ച ഒരു ഭാഗത്തിലാണ് അവൻ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് അവിടെ പറയപ്പെടുന്നുണ്ട്. പത്രോസിന്റെ പ്രസംഗത്തിന്റെ കാതലായ ചില വിഷയങ്ങളാണ്: ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, മരണത്തെ ജയിച്ച യേശു, വീണ്ടും വരുന്ന ക്രിസ്തു, പാപമോചനം നൽകുന്ന ക്രിസ്തു. ഇതൊക്കെ പ്രസംഗത്തിന്റെ കാതലായ സന്ദേശങ്ങളാണ്. അതിന്റെ അകത്താണ് അപ്പോസ്തല പ്രവൃത്തി 10:38 വരുമ്പോൾ അവൻ യേശുവിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച്, ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ശക്തിയെ കുറിച്ച് വളരെ ആധികാരികമായി അവിടെ പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, വാട്ട് ഈസ് അനോയിന്റിംഗ്? എന്താണ് അഭിഷേകം? അഭിഷേകം എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും, വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി. ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ മേലോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മേലോ എണ്ണ പൂശുന്നതാണ് അഭിഷേകം. വാട്ട് ഈസ് അനോയിന്റിംഗ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അവൻ നമ്മെ സെപ്പറേറ്റ് ചെയ്തു. പഴയ നിയമകാലത്ത് എണ്ണ പൂശി എന്ത് ചെയ്യുന്നു? അഭിഷേകം ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേ സ്വന്തം അഭിഷേകത്തിന്റെ തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് അത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ചിലർക്ക് പക്ഷെ അത് കറക്റ്റായിട്ട് അറിയില്ല. പരിശുദ്ധാത്മ സ്നാനമാണ് അഭിഷേകം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് തെറ്റാണ്. അഭിഷേകം എന്ന് പറയുമ്പോൾ പഴയ നിയമകാലത്ത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, ഒരു നമ്മെ പ്രത്യേക വിശുദ്ധീകരണത്തിന് വേണ്ടി, ഒരു പ്രത്യേക സ്ഥാനമാനത്തിന് വേണ്ടി നമ്മുടെ തലയിൽ എണ്ണ പൂശി ചെയ്യുക,
അഭിഷേകം ചെയ്യുക. അത് ദേഹത്തിന്റെ മേലല്ല ഒഴിക്കുന്നത്, നമ്മുടെ തലയിലാണ് എണ്ണ പൂശി അഭിഷേകം ചെയ്യുന്നത്. അതാണ് അനോയിന്റിംഗ്, അഭിഷേകം എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്കറിയാം അഭിഷേകത്തെ വ്യത്യസ്ത തലങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബൈബിൾ അറിയാൻ കഴിയുന്നുണ്ട്. രാജകീയ അഭിഷേകമുണ്ട്, പുരോഹിത അഭിഷേകമുണ്ട്, പ്രവാചക അഭിഷേകമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അഭിഷേകത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇടയിലും ദൈവദാസന്മാരെ പ്രവാചകന്മാരായി ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടയിലും ദൈവദാസന്മാരെ ദൈവം രാജാക്കന്മാരായി അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടയിലും ദൈവദാസന്മാരെ പുരോഹിതന്മാരായി ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടയിലും ദൈവദാസന്മാരെ പ്രവാചകന്മാരായിട്ട് ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഈ മീറ്റിംഗിന്റെ ഇടയിൽ നമുക്ക് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ശമൂവേലിന്റെ വരവുകൾ മൂപ്പന്മാർ വിറച്ചെന്ന് ബൈബിൾ പറയുന്നു. അതിനകത്താണ് വനാന്തരത്തിൽ ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ദാവീദിനെ വിളിച്ച് ദാവീദിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലമൊഴിച്ച് രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തു. എങ്കിൽ ഈ മീറ്റിംഗ് കഴിയുന്നതിനകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചില പ്രവാചക അഭിഷേകങ്ങൾ, ചില രാജകീയ അഭിഷേകങ്ങൾ, ചില പുരോഹിത അഭിഷേകങ്ങൾ, ഇടയന്മാരായ അഭിഷേകം ചെയ്തതുപോലെ വ്യത്യസ്തമായി അഭിഷേകത്തിന്റെ നിറവുള്ള ചില ദൈവദാസന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് ഈ മീറ്റിംഗിനകത്ത് എഴുന്നേൽക്കുവാൻ നമുക്ക് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേഹൂവിന്റെ മേലൊക്കെ പകർന്ന അഭിഷേകം ഭയങ്കരമായിരുന്നു. ദൈവദാസന്മാർക്കറിയാം, വെല്ലുവിളിക്കുന്ന ഇസ്രായേലിന്റെ ശക്തിയെ പോലും തകർത്തു മുന്നേറുന്ന അഭിഷേകമാണ് യേഹൂവിന്റെ മേൽ പകർന്ന അഭിഷേകം. എങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അഭിഷേകം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തലങ്ങളാണ്. കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം, അതുപോലെ രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, ഇങ്ങനെ വ്യത്യസ്തമായ അഭിഷേകത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അഭിഷേകത്തിൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അഭിഷേകത്തിൽ നമുക്ക് ഒന്നാമതായിട്ട് ലഭിക്കുന്നത് അഭിഷേകത്തിൽ നമുക്ക് വേർപാടുണ്ടാകും. അതെ. 2, അഭിഷേകത്തിന്റെ അകത്ത് ശുദ്ധീകരണം ഉണ്ടാകും. 3, അഭിഷേകത്തിന്റെ അകത്ത് സംരക്ഷണം ഉണ്ടാകും. ഹല്ലേലൂയ. എങ്കിൽ ഈ ന്യൂ ഇയറിൽ ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു വേർപാടുണ്ടാകട്ടെ, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് അവൻ വ്യത്യസ്തമായ ദൈവത്തിന്റെ കൃപകൾ ദൈവം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ഇനി അഭിഷേകത്തിന്റെ അകത്ത് ദൈവദാസന്മാർക്കറിയാം, അഭിഷേകത്തിന്റെ അകത്ത് ബന്ധനങ്ങൾ തകർന്നിരിക്കും. അഭിഷേകത്തിന്റെ അകത്ത് മുഖങ്ങൾ തകർന്നു മാറും. എങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഈ പട്ടണത്തിൽ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ദൈവദാസന്മാർക്കെതിരെ, നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ ഇനി എത്ര വലിയ ഫിലിസ്ത്യന്റെ മുഖം, എത്ര വലിയ അമാലേക്കിന്റെ മുഖം, എത്ര വലിയ മിസ്രയീമിന്റെ മുഖമുണ്ടെങ്കിലും നമുക്ക് ഇന്ന് പകൽ വിശ്വസിക്കാം, ദുഷ്ടി നിമിത്തം മുഖം തകർന്നു മാറുന്ന ഒരു മീറ്റിംഗ് ആയി മാറും. നമ്മുടെ അഭിഷേകത്തിനെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ മിനിസ്ട്രിക്കെതിരെ, നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രു വെച്ചിരിക്കുന്ന ചില മുഖത്തിന്റെ കയറുകൾ ദൈവം പൊട്ടിക്കാൻ പോകുക. നമുക്കറിയാം, 430 വർഷമാണ് ഇസ്രായേലിന്റെ മുഖം ഇസ്രായേലിന്റെ പുറത്തുണ്ടായത്. പക്ഷെ മോശയുടെ മേൽ പകർന്ന അഭിഷേകം ആ മുഖത്തെ ദൈവം തകർത്ത് കളഞ്ഞു. 7 വർഷമാണ് മിദ്യാന്റെ മുഖം ഇസ്രായേൽ മക്കളുടെ പുറത്തുണ്ടായിരുന്നത്. പക്ഷെ ഗിദെയോന്റെ മേൽ പകർന്ന അഭിഷേകം ആ മുഖത്തെ തകർത്ത് കളഞ്ഞു. 40 വർഷമാണ് ഫിലിസ്ത്യന്റെ മുഖം ഇസ്രായേൽ മക്കളുടെ പുറത്തുണ്ടായിരുന്നത്. പക്ഷെ ശിംശോന്റെ മേൽ പകർന്ന അഭിഷേകം ആ മുഖത്തെ തകർത്ത് കളഞ്ഞു. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നൂറ്റാണ്ടുകളായി നിന്ന ആ മുഖങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഈ പുതിയ കാലത്ത് ദൈവം തന്റെ സ്വന്തം പുത്രനെ ഇവിടെ കഴിച്ചത്. അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാം, അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഇവിടെ ഉണ്ടാകട്ടെ, അഭിഷേകത്തിന്റെ നിറവിനകത്തുണ്ടാകട്ടെ. ഇവിടെ വന്ന ഓരോ ദൈവദാസന്മാരുടെ മേലും, ഈ പട്ടണത്തിന്റെയും ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടൊപ്പം, അത് ശക്തിയോടൊപ്പം അഭിഷേകത്തിന്റെ ലെവലിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. ഇനി ദൈവം നമ്മുടെ മേൽ അവൻ പകർന്ന എന്താണ്? ദൈവം നമ്മുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നു. അഭിഷേകം നമ്മുടെ മേൽ പകർന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ലൂക്കോസ് സുവിശേഷം 3:21 ആ ഭാഗത്തൊക്കെ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യേശു സ്നാനമേറ്റ് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ലൂക്കോസ് 4:1 നമ്മൾ വായിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ലൂക്കോസ് 4:14 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു,
യേശു ആത്മശക്തിയോടെ കിളിയിലേക്ക് മടങ്ങി ചെന്നു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ദൈവം അവൻ തന്റെ പുത്രനെ അഭിഷേകം പകർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കുരുട്ട് കണ്ണുകളെ തുറക്കാൻ വേണ്ടിയാണ്, ഭക്തന്മാരെ വിടിവിച്ചെടുക്കാൻ വേണ്ടിയാണ്, തടവറയിൽ കിടക്കുന്ന ചിലതിനെ പോലും കെട്ടഴിപ്പാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എങ്കിൽ ദൈവം നമ്മുടെ മേൽ അഭിഷേകം പകർന്നതിന്റെ 61 ഒന്നാമതായി പറയുന്നത് എന്തിനു വേണ്ടിയാ ദൈവം നമ്മൾ അഭിഷേകം ചെയ്തത്? എളിയവരോട് സത്വർത്തമാനം ഘോഷിക്കാൻ വേണ്ടി. നമ്മൾ എന്തിനാണ് ദൈവം നമ്മുടെ മേൽ അഭിഷേകം പകർന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് പോലും പലപ്പോഴും ഇതിന്റെ യഥാർത്ഥ മീനിങ് അറിയത്തില്ല. ദൈവം നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഒന്ന്, എളിയവരോട് എന്ത് ചെയ്യണം? സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലും. ഒന്നാമത്തെ വിഷയം നമ്മൾ എളിയവരോട്, എളിയവരെന്നുള്ള വാക്ക് ഒത്തിരി അർത്ഥങ്ങൾ കൊടുക്കുക. സാധുക്കൾ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഒപ്രസ് ചെയ്ത് അടിച്ചമർത്തപ്പെട്ടവർ എന്ന് പറയാം. ഇതിന് ഒത്തിരി മീനിങ്ങുകൾ കൊടുക്കുക. ഞാൻ ആ വാക്ക് വിടുന്നു. എളിയവരോട് സത്വർത്തമാനം പറയാൻ ദൈവം നമ്മൾ അഭിഷേകം ചെയ്തില്ല. അതിന് അടുത്ത ഭാഗം, ഹൃദയം തകർന്നവരുടെ മുറിവ്. ഞാൻ എന്റെ ഈ അഭിഷേകത്തെ കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എന്നെ ടച്ച് ചെയ്യുന്നത് യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം. എങ്കിൽ ഞാൻ ഇതിനകത്തുകൊണ്ട് പറയുന്നു, ഇവിടുത്തെ അഭിഷേകത്തിന്റെ നിറവോട് ദൈവദാസന്മാർ ഇറങ്ങി പോകുന്നത് ഹൃദയം തകർന്നിരിക്കുന്നതിന്റെ മുറിവ് കെട്ടണം. വീണ്ടും മുറിവ് വരുത്താൻ വേണ്ടിയല്ല, മുറിവ് കെട്ടാൻ വേണ്ടി. പുതിയ വർഷം വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഈ അഭിഷേകത്തിന്റെ നിറവോടെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി പോയിട്ട് ചില മുറിവുകൾ നമ്മൾ കെട്ടാൻ പോകുകയാണ്. പുരോഹിതനും ലേവ്യനെല്ലാം കാണാതെ പോയപ്പോ നല്ല ശബരിയാക്കാരൻ ആ മുറിവ് കെട്ടി വീണ്ടും എണ്ണയിൽ പകർന്നു. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ഒരു അഭിഷേകം ദൈവം നമ്മുടെ കൈമാറിയിരിക്കുന്നു. അവിടെ വായിക്കുന്നു, ഒന്ന് നമ്മുടെ മുറിവ്, അടുത്ത മുറിവ് കെട്ടുന്നവരായിരിക്കണം. അടുത്ത തടവുകാർക്ക് എന്ത് ചെയ്യണം? നമ്മൾ വിടുതൽ കൊടുക്കും. ഇവിടെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ ഇനി 6000 ഭൂതം ബാധിച്ച് കിടക്കുന്നവരാണെങ്കിലും അവനെ കെട്ടഴിക്കണം. വിശ്വസിക്കുന്നുണ്ട്, വിശ്വമതി ബന്ധിച്ചിട്ടിരിക്കുന്ന, വിശ്വമതി കെട്ടിവെച്ചിരിക്കുന്ന ചില കുരുക്കുകളെ തുറക്കാൻ, ചില ഭക്തന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവം ദൈവദാസന്മാരായ നമ്മളെയും അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിന് പട്ടണങ്ങളിലാകട്ടെ, ദേശങ്ങളിലാകട്ടെ, അവിടേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. ഞാൻ നമ്മുടെ രാജീവ് പാലിക്കൽ പാസ്റ്ററുമായി സംസാരിക്കുമ്പോൾ, പാസ്റ്റർ 21 ദിവസം ഫാസ്റ്റിംഗിലാണ്. ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ചില യാത്രകൾക്ക് വേണ്ടി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മീറ്റിംഗിൽ, ഈ പുതിയ വർഷം ഈ മീറ്റിംഗിൽ കൂടി ദൈവം നമ്മൾ എഴുന്നേൽപ്പിക്കുന്നത്, ഒന്ന് എളിയവരോട് നമ്മൾ സത്വർത്തമാനം പ്രസംഗിക്കണം. രണ്ട്, ഹൃദയം തകർന്നവരുടെ മുറിവ് നമ്മൾ കെട്ടണം. അടുത്ത, തടവുകാർക്ക് നമ്മുടെ ശുശ്രൂഷ വിടുതലായി മാറണം. അടുത്ത, ഭക്തന്മാർക്ക് നമ്മുടെ ശുശ്രൂഷ സ്വതന്ത്രമായി മാറണം. ആ ഭാഗത്തിനകത്ത് ഒരു പ്രത്യേക പദം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവത്തിന്റെ യഹോവയുടെ പ്രസാദ വർഷം പ്രസിദ്ധമാക്കുക. പത്രോസിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവം മുന്നിൽ വെച്ച ക്രിസ്തുവിനെ ഇവിടേക്ക് അയക്കും. ആ ക്രിസ്തു ഇവിടെ കടന്നു വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? പ്രസാദ വർഷം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ആശ്വാസ കാലങ്ങൾ ദൈവം കൈമാറുന്നതായിരിക്കും. ഞാൻ ഇത് വാക്യാനിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, ചില അവിടെ നിൽക്കുന്നില്ല. അടുത്ത പറയപ്പെടുന്ന ഭാഗമാണ് 3-ാമത്തെ വാക്യം, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമായി, ദുഃഖത്തിന് പകരവും ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നുണ്ട്, അവൻ ഇന്ന് പകൽ എഴുന്നേൽക്കുമ്പോൾ അവൻ ദുഃഖിതന്മാർക്ക് ആശ്വാസമാകുവാൻ, അവൻ സ്തുതി എന്ന മേലയാടായിട്ട് മാറുവാൻ, അവൻ അവരുടെ മേൽ ആനന്ദ തൈലം പകരപ്പെടുവാൻ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പകപിടിച്ച് അവസാനമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം. ചില ദുഃഖിതരുടെ മുറിവുകൾ കെട്ടതായി മാറട്ടെ, ഭീകരന്റെ സ്വന്തമാക്കി മാറട്ടെ, തളവിൽ കിടക്കുന്ന കാരാഗ്രഹം പോലെ അകത്ത് കിടക്കുന്നതിനെ
നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ശമരിയിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ വീര അത് വലുതാണല്ലോ. എളിയവനോട് സത്വപ്രമാണം ഘോഷിക്കുക. ഭീതിതരെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ തടവിലിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുവാൻ, അവരുടെ മേൽ വിശുദ്ധ മനസ്സിനെ മാറ്റുവാൻ, അവരുടെ ദുഃഖത്തെ മാറ്റുവാൻ ആനന്ദ തൈലം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെങ്കിൽ ഈ മീറ്റിംഗ് എഴുന്നേറ്റ് പോകുമ്പോൾ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ ഫിലിപ്പോസിനെ ഉപയോഗിച്ചതുപോലെ, സ്തേഫാനോസിനെ ഉപയോഗിച്ചതുപോലെ, ഒരു പൗലോസിനെ രാജ്യങ്ങൾക്ക് ദൈവം അഭിഷേകിക്കുന്നതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ ആയിരം മണിക്കകത്ത് കൊടിയ കാറ്റുപോലെ തീ ജ്വാലപോലെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഫലമായി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശങ്ങളെ കത്തി പടരട്ടെ, രാജ്യങ്ങളിൽ കത്തി പടരട്ടെ, ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷിയായി മാറുക. നമ്മുടെ തീ ജ്വാലകളായി 2026 ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ, പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ, ദേശങ്ങളെ പിടിച്ചടക്കുവാൻ നമുക്ക് പറയുന്ന ഒരു പൗലോസായി ദൈവത്തെ മാറ്റണമേ. ഓ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശുവിന്റെ പ്രതിജ്ഞയെ സഞ്ചരിച്ചതുപോലെ സ്തേഫാനോസും ഹൃദയം ശക്തിയും നിറഞ്ഞവനായി മാറിയതുപോലെ ഓ പൗലോസ് അതിശക്തിയോടെ ദേശങ്ങളിലേക്ക് പോയതുപോലെ ഇത് ആത്മാവിൽ പ്രാർത്ഥിച്ച് ശബരിമലയിലെ ആവിർഭാവ ശക്തി ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ മുട്ടുകുത്തിയതുപോലെ യമസ്കോസിന്റെ ശുക്ലപ്രയോഗ ശക്തികൾ പൗലോസിന്റെ അഭിഷേകത്തിനകത്ത് അഴിഞ്ഞുപോയതുപോലെ വെളുക്കായി പൊങ്ങിയാണവി പൗലോസിന്റെ ശുശ്രൂഷയിൽ കത്തിപ്പോയതുപോലെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഫിലിപ്പിയായിലെ വെളിച്ചപ്പാടത്തിലൂടെ ദുരാത്മാവ് വിട്ടുപോയതുപോലെ ഒരു വാക്കിന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകന്മാർ ശുശ്രൂഷിക്കുന്ന സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകന്മാർ ശുശ്രൂഷിക്കുന്ന ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകന്മാർ ശുശ്രൂഷിക്കുന്ന തലമുറകൾ പട്ടണങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് 2026 ഇവിടെ കത്തുന്ന തീ ഒരു തീ ഘോരമായി കത്തിപ്പോകട്ടെ. ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഈ അഭിഷേകം ആത്മ തുടർച്ചയായി മാറട്ടെ. ഓ നമ്മുടെ മനുഷ്യർക്ക് വിരോധമായി, നമ്മുടെ സാമൂഹ്യ വിരോധമായി, നമ്മുടെ കുടുംബങ്ങൾക്ക് വിരോധമായി, നമ്മുടെ ശത്രുക്കൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന ചില ആവിധാന ശക്തികൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില ശുദ്ധപ്രകൃതിയുടെ കെട്ടുകൾ ഇന്ന് ഈ വീട്ടിൽ നടക്കുമ്പോൾ തന്നെ അഭിഷേകന്മാർ ശുശ്രൂഷിക്കുന്ന പട്ടണങ്ങളിൽ നമുക്കെതിരെ വ്യാപരിക്കുന്ന ചില ശക്തികൾ കത്തിച്ചു കളയുന്ന അഭിഷേകം. ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് ദൈവാത്മാവിൽ നിങ്ങളുടെ ഒറ്റ ദൂത് ദൈവത്തിന് നൽകുന്നു. ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ നടക്കുന്ന ഈ മീറ്റിംഗ് ഇവിടെ ഇരിക്കുന്ന ദൈവാത്മാവിന്റെ അഭിഷേകന്മാരുടെ ഒരു ദൂത് ദൈവാത്മാവ് കൈമാറുന്നു. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നമ്മുടെ മിനിസ്ട്രിക്ക് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി, നമ്മുടെ തലമുറകൾക്ക് വിരോധമായി ചെയ്തു വെച്ച ചില ആവിധങ്ങളുടെ കർമ്മങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില ഹോമ കുണ്ടങ്ങൾ ഇന്ന് നമ്മുടെ അഭിഷേകന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ചില പട്ടണങ്ങൾ കത്തുന്നു. ഈ ഭൂമി നാട്ടപ്പെടുത്തിക്കളയുന്ന തളർത്തുകളയാൻ വേണ്ടി ചെയ്തു വെച്ച മന്ത്രവാദത്തിന്റെ ആവിധത്തിന്റെ കൂടെ ഈ വ്യക്തികൾ പോയിരുന്നു. ഈ സഭയ്ക്ക് വിരോധമാണ്,
ഇവിടുത്തെ മിനിസ്ട്രിക്ക് വിരോധമാണ്. ഈ ദേശത്ത് ഉയർന്നു പോകുന്ന ചില കഴുകുമരങ്ങൾ, ഈ ദേശത്തിലെ ചില ദുർമരണങ്ങൾ, ഈ ദേശത്തിലെ ചില ആത്മഹത്യകൾ, ഈ ദേശത്ത് പത്രപരസ്യം പോലും വരുന്ന ചില വിഷയങ്ങൾ അകത്തുളവായി കളയുവാൻ, സഭയെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ വരുത്തുവാൻ വേണ്ടി ദേശത്തൊരുങ്ങുന്ന ചില പൈശാചിക തലങ്ങൾ ഇന്ന് പകർന്ന പകർന്ന രാജകീയ അഭിഷേകം, ഭൗമാനിക അഭിഷേകം, പുരോഹിത അഭിഷേകം, ഇന്ന് പകർന്ന അഭിഷേകത്തിന്റെ മേൽ ഈ പകർക്കത്തിൽ പൊട്ടുന്നു. ഇവിടുത്തെ അഭിഷേകത്തെ കുടുംബത്തെ ഇവിടെ ഒരു കൊടും കാറ്റ് പോലെ, ഒരു തീച്ചോല പോലെ, ഒരു ഭയങ്കരപ്പെട്ട ശുശ്രൂഷയ്ക്കായി ദൈവം അഭിഷേകം ചെയ്യുക. ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയതുപോലെ, ഏലിയാവിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയതുപോലെ, യെഹെസ്കേലിനെ ദൈവത്തിനാത്മാവ് എടുത്തുകൊണ്ടുപോയതുപോലെ, അസ്ഥിതാവരെ പോലും ജീവിപ്പിക്കുന്ന ഒരു അഭിഷേകം ദൈവത്തിനാത്മാവ് കൈമാറട്ടെ. കത്തിപ്പറട്ടെ. ഈ വലിയ ആത്മപകർച്ച, വലിയ ആത്മശക്തി, ആത്മാവിന്റെ തീഗോളം ഈ വീട്ടിൽ തീരുന്നവരെ വലിയ ആത്മപകർച്ച, ദൂതന്മാരുടെ അകമ്പടിയോടെ ചില ഡിവൈൻ കണക്ഷനുകൾ ആത്മാവിന്റെ പ്രസൻസിൽ എഴുന്നേൽക്കേണ്ട കർത്താവേ, വലിയ ആത്മാവിന്റെ വിടുതല വെളിപ്പെടുവരും യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. എല്ലാ ദൈവദാസന്മാരും